ഒരു ബാറ്റിൽ റോയലിനകത്തും ബിയറിനകത്ത് നിങ്ങൾക്ക് ലക്കുണ്ട് ബെർമുഡ വരുവാണെങ്കിൽ അതിനകത്തൊരു സീക്രട്ട് പ്ലേസ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. സീക്രട്ട് പ്ലേസ് തൽക്കാലത്തേക്ക് നമുക്ക് ബാറ്റിൽ റോയൽ എടുക്കാം ഗൈസ്. സ്റ്റാർട്ടാവും ഇത്രയും സമയം എടുക്കുന്നുണ്ട്. ഓക്കെ സ്റ്റാർട്ടായിരിക്കുന്നു ഗൈസ്. സ്റ്റാർട്ടായി. I never wanted to come to this place, but my choices were limited. എന്തായാലും സ്റ്റാർട്ടാക്കാം. ബെർമുഡയിൽ നമുക്ക് ആ ഹിഡൻ ലീഫ് വില്ലേജ് ഉണ്ടോ നിങ്ങൾ? ഹിഡൻ ലീഫ് വില്ലേജ് അതിൻ്റെ അടുത്ത് ഇറങ്ങണം. സോ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എനിക്ക് ഇവിടെ ഹംഗാറി ഇറങ്ങും. ഇത് ഇനി ഫേക്കാണോ റിയലാണോ എനിക്കൊന്നും അറിയത്തില്ല. എന്നാലും ഇതൊരു കണ്ടുപിടുത്തമാണ്. ഒരാള് നോക്കിയിട്ട് ചെയ്യില്ല, അത് വേറെ ആരും. എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. VSSനെ അക്കാസുക്കി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നിങ്ങൾ ശകലം ഇഗ്നോർ ചെയ്യുക. തീ വെച്ചേക്കോ. ഓക്കെ ലെറ്റ്സ് ഗോ. തൽക്കാലം എനിക്ക് മരം കാണുന്നില്ല. ഇത് ഫേക്കാണോ ഗൈസ്? ഫേക്കാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു മരം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഫേക്കായിട്ട് തോന്നുന്നു. ബിക്കോസ് ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു. സോറി ഗൈസ്, നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റ് ചെയ്യാൻ. എന്നാലും ഇല്ല ഗൈസ്, ഇല്ല. ഓടില്ല. ഓടില്ല ഗൈസ്. നമുക്ക് നെക്സ്റ്റ് ബിആറിനകത്ത് പോകാം ഗൈസ്. ബിആറിനകത്ത് ബെർമുഡ കിട്ടുവാണെങ്കിൽ മാത്രം, പിന്നെ നമുക്ക് ബിആറിനകത്ത് സോളർ കിട്ടുവാണെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാം നമുക്ക്. ഇനി ഇത് സ്റ്റാർട്ടാക്കാൻ സമയം എടുക്കുക. ഇത് ലക്കിനാണോ എന്നറിയത്തില്ല. ബെർമുഡ ഇട്ടിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇനി എനിക്കറിയത്തില്ലായിരിക്കും ബിആറിനകത്ത് ഇതുണ്ടോയെന്ന്. ബിക്കോസ് ബാറ്റിൽ റോയലിൽ ഇല്ലാത്ത കാര്യങ്ങൾ ശകലം ബിആറിനകത്തുണ്ട്. സോ ഐ ഡോണ്ട് നോ. ബിആറിനകത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും. അത് ലക്കാണ്. ലക്കല്ലായിരുന്നു. ആ യൂട്യൂബർ കാണിച്ച് എനിക്ക് വിശ്വാസമായില്ല. ബിക്കോസ് അത് എഡിറ്റുണ്ട്. പക്ഷേ ടെലിപ്പോർട്ടിൻ്റെ ഓപ്ഷൻ തന്നെ കാണിച്ചത്. ടെലിപ്പോർട്ടിൻ്റെ ഓപ്ഷൻ സെയിം ആയിരുന്നു ഗൈസ്. അത് എഡിറ്റിംഗ് പോലെ തോന്നിയിട്ടേ ഇല്ല എനിക്ക്. അതുകൊണ്ടൊരു സംശയം. അപ്രൂവ്
അല്ലെങ്കിൽ പ്രൂവ് ആക്കാൻ നമ്മൾ തിരിച്ചു വന്ന് സുസാനുവിൻ്റെ മേൽ. ഓ, ഈ സുസാനു ശകലം വണ്ണം വെച്ച് കളിയാക്കിയതല്ലേ ഗൈസ്. സത്യം പറഞ്ഞ് എനിക്ക് സുസാനു ശകലം വണ്ണമായിട്ടാണ് വന്ന്. ഏതെങ്കിലും കറക്റ്റ് ആംഗിളിൽ ഇറങ്ങണം. 1 2 3. ഇത് അത്രയ്ക്കും കറക്റ്റ് ആംഗിൾ അല്ല, എന്നാലും നമുക്ക് ഹങ്കാറിൽ ഇറങ്ങാം ഗൈസ്. ബിക്കോസ് BR-നകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, സീസണിൻ്റെ പുത്തൻ സീസൺ വന്നുകൊണ്ട് പ്രോ പ്ലേയേഴ്സ് പറഞ്ഞ സീസണിനകത്ത് മാസ്റ്റർ അടിച്ചവർ ഇനി ഇതേവരെ സീസൺ അടിക്കാൻ പോകും. അല്ലെങ്കിൽ അവർ ഇല്ല മാസ്റ്ററൊക്കെ അടിച്ചപ്പോൾ ഇത് BR കളിക്കത്തുള്ളായിരുന്നു. എന്തായാലും നമുക്ക് ഇത് കിട്ടി, നമ്മുടെ ടെലിപ്പോർട്ടേഷൻ കുനൈ. ഇത് ഇൻഫിനൈറ്റാ, ഇത് നല്ല. പിന്നെ നമുക്ക് ഗണ്ണ് വേണമെങ്കിലും കുഴപ്പമില്ല. കുഴപ്പമുണ്ട് എന്താന്ന് വെച്ചാൽ അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കുഴപ്പമാണ്. അവിടെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമാണ് ഗൈസ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, അവിടെ എനിമി ഉണ്ടെങ്കിലും നമുക്ക് സീനില്ല. ഓട്ടോ അവിടെ അതിനേക്കാളും ഭേദമാണ് ഗൈസ് നടന്നത്. നടക്കുന്ന ഇതിനേക്കാളും ഭേദം. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും ടോക്കൺസ് കളക്ട് ചെയ്യാം ഗൈസ്. അവിടെ ഒരു 500 ടോക്കൺസ് കിടപ്പുണ്ട് ഗൈസ്. ഇതിവിടെ എടുക്കൂ. ഇത്ര ഉള്ളായിരുന്നു. ടുക്ക് ഓഫ് റോഡിങ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ടുക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞ തീ ഉണ്ട് ഇവിടം വരെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തോ ഉണ്ടായിരിക്കും. എന്തായാലും അതിപ്പോൾ ബിൽഡാവുന്നതേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ ബിൽഡാവുന്നതേ ഉള്ളൂ. മറ്റേ പെയിൻ കൊനോഹയിൽ അറ്റാക്ക് ചെയ്തില്ലേ, അപ്പോഴത്തേക്കാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ആ മറ്റേ മരം നോക്കാം ഗൈസ്. മരം കിട്ടിയില്ലെങ്കിൽ നമുക്കിതൊരു BR വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റും. ഒന്നുമില്ല. ഗൈസ് ഇത് ഫേക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫേക്കാണിത്. വെയിറ്റ്, ഫേക്കല്ല, വെയിറ്റ് ഗൈസ്. ഓക്കെ ഇതേണ്ടൊരു മരം. ഇതൊരു മരം. നോ വേ ബ്രോ. പക്ഷെ നമുക്ക് ശകലം കൂടി അക്കത്ത് കയറണമായിരുന്നു, ഈ കാടിൻ്റെ അക്കത്ത്. ഓ ബ്രോ, ഇത് ക്യാമ്പർസിന് സീൻ സ്ഥലമാണ് ഗൈസ്. ഞാൻ ഇവിടെ ലാസ്റ്റ് സോൺ വരുവാണെങ്കിൽ ക്യാമ്പർസിന് സുഖമാണ് ഗൈസ്. അയ്യോ ഗൈസ് സോറി, തിരിക്കാം നമുക്ക്. ദിസ് ഈസ് റിയൽ ഗൈസ്. നിങ്ങൾ പോയി ട്രൈ ചെയ്യുക. നമ്മുടെ ഹങ്കാറിൽ ഹിഡൻ ലീഫ് വില്ലേജിൻ്റെ അടുത്തെങ്ങാണ്ടാണ്. അപ്പോൾ ശകലം കൂടി അക്കത്ത് കയറണം, അതിൻ്റെ സൈഡിൽ അക്കത്ത് കയറണം ഗൈസ്. വാവ്. സോ നമ്മുടെ ബാറ്റിൽ റോയലും ഉണ്ടായിരിക്കും ഗൈസ്. ബിക്കോസ് നമ്മൾ ഇവിടം വരെ വന്നുള്ളൂ, ഇതിൻ്റെ അക്കത്ത് കയറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നുണ്ട് ആ മരം. ഓ ഏതാ ഇത്? ഫ്രീ ഫയർ ഹിഡൻ പ്ലേസ് ഒക്കെ ഉണ്ടാക്കുക, ഇങ്ങനത്തെ ഹിഡൻ പ്ലേസ് ഒക്കെ ഉണ്ടാക്കണം. എന്തായാലും നമ്മുടെ സൈഡിൽ തന്നെ ഒരു വന്നു കീപ്സേക്ക് നിഞ്ചുട്സ് വന്നു. അതുകൊണ്ട് ഹിഡൻ ലീഫ് വില്ലേജ് നമ്മുടെ അടുത്തായതുകൊണ്ട് ശകലം ഡേഞ്ചറാണ്. ഈ ഹിഡൻ ലീഫ് ആ ഹിഡൻ ലീഫ് വെച്ച് ഭയങ്കര വ്യത്യാസമാണ്. ഈ ഹിഡൻ ലീഫ് പറഞ്ഞാൽ ഒത്തിരി എനിമീസ് എന്ന് പറഞ്ഞാൽ എനിമീസ് ഇറങ്ങും. പക്ഷെ ആ ഹിഡൻ ലീഫ് ആദ്യത്തെ നാറുട്ടോ കൊളാബറേഷൻ വന്നപ്പോഴേ അപ്പം കാണണമായിരുന്നു ഗൈസ്. എനിമീസിൻ്റെ പൂരാടമായിരുന്നു കൊനോഹ അറ്റാക്കിൻ്റെ മുമ്പേ. എന്തോ കിട്ടി ഗൈസ്? ഗ്രോസ് ഇതെടുത്താലോ ഗൈസ്? ഇത് കിട്ടിയല്ലോ നമുക്ക്, പിന്നെന്താ?
പിന്നെയും കിട്ടുമോ? ഇത് ഫുള്ളായ? ഓ മൈ ഗോഡ്, ഇല്ല അങ്ങനെ മിനാത്തോസ് കുനൈ ആണെന്ന് തോന്നുന്നു. നല്ലതെന്ന് തോന്നുന്നു. ഇത് അക്കാത്സുക്കിയുടെ അല്ല, ഇതാണ് അക്കാത്സുക്കിയുടെ. ഇപ്പോൾ രണ്ടിലും വ്യത്യാസം എന്താണ് ഗൈസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളെ കാണാൻ പറ്റും, ആ വ്യത്യാസം മനസ്സിലായി ഗൈസ്. സോ ഇതങ്ങ് കളഞ്ഞേക്കാന്ന് ഞാൻ ആലോചിക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ ആലോചിക്കുന്നു മിനാത്തോസ് കുനൈ എടുക്കാം ഗൈസ്. അതായിരിക്കും ശകലം കൂടി നല്ലത്. ഞാൻ കൺഫ്യൂസ്ഡ്. എല്ലാം കിണ്ണം കാച്ച സാധനങ്ങളാണ്. ഞാൻ കൺഫ്യൂസ്ഡ് ഗൈസ്. തുറന്ന് ഇവിടെ അക്കാത്സുക്കിയുടെ ഉണ്ട്. അക്കാത്സുക്കിയുടെ എവിടെ? അക്കാത്സുക്കിയുടെ എടുക്കാം. ഓ ഇവർ ഹണ്ട് ചെയ്യും. വേണ്ട, നോർമൽ എടുക്കാം. നമുക്ക് നോർമൽ എടുക്കാം, കുഴപ്പമില്ല. നമ്മുടെ ടുക് എന്ത് ഗൈസ്? ടുക് നമുക്ക് ടുക്കിൽ കയറാൻ. എന്തായാലും ഇവിടെ എനിമീസ് ഒരു എനിമി പോലും ഇല്ല ഇവിടെ. അൺബിലീവബിൾ. ഇവിടെ ഒരു എനിമീസും ഇല്ലാത്തൊരു വല്ലാത്ത ഇതായി പോയി. എന്തായാലും ഇവിടെ റിയൽ പെണ്ണൊന്നും കാണാനില്ലല്ലോ ഇപ്പോൾ ഗൈസ്. എന്താ പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോവാം. 18 പേര്. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല. അയ്യോ 18 പേര് ഇത്രയും പെട്ടെന്നോ? ഫസ്റ്റ് സോൺ വരുന്നതേ ഉള്ളു, അതിന് മുമ്പേ. അല്ലല്ലോ സെക്കൻഡ് സോൺ ഇത്. സോറി തെറ്റിപ്പോയി ഗൈസ്. സെക്കൻഡ് സോൺ. ടുക്ക് ഡ്രിഫ്റ്റ് അടിക്കാൻ സീന. കൊണ്ട് ക്ലച്ച്. ഇവിടെ അങ്ങ് എനിമീസ് ഇല്ല. ഉണ്ട്. ചേട്ടാ എന്താടാ അടിക്കാൻ പറ്റാത്ത? ഗൈസ് ഇതൊരു നല്ല സാധനമാണ്. പക്ഷേ ഇത് 50 ഡാം തരത്തുള്ളൂ. യോ ഗൈസ് എന്തുവാ ഗായ്സ്? ബഗ് അടിക്കുന്നു ഗായ്സ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ല. ഇത് മതി ഗായ്സ്. ഇത് ഇപ്പോഴെനിക്ക് ഇതിൻ്റെ പവർ മനസ്സിലായത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാം ഗായ്സ്. പെട്ടെന്ന് അക്കാത്സുക്കിയുടെ ഇപ്പോഴും ഇതാണ്. ഒരാൾ എടുക്കാറായി എന്നിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഒരാൾ ഇത് എടുക്കാറായി എന്നിട്ട് എടുക്കുന്നില്ലെന്ന് തോന്നുന്നു. നമുക്കോടാം. 8 പേരേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ലാസ്റ്റ് സോൺ ക്ലോക്ക് ടവറോ ഫാക്ടറിയിലോ വല്ലതും ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. വണ്ടി നമുക്ക് ക്ലോക്ക് ടവറിൻ്റെ മണ്ടയ്ക്കോ കയറുന്നില്ല. കയറി. ശരി, അപ്പോൾ ജീപ്പോ മോശം ട്രക്കോ എല്ലാം മതിയായിരുന്നു. ക്യാമ്പ് ചെയ്യാൻ സുഖമാണ്. ഇവിടെ എംടനൊക്കെ കിടപ്പുണ്ട്. തൽക്കാലം വേണ്ട. എന്തായാലും നമ്മൾ അക്കാത്സുക്കി മെമ്പറായി ഗൈസ്.
അക്കാത്സുക്കി മെമ്പർ ആവാൻ വേറൊരു സുഖമാണ്. ചുമ്മാ അല്ല ഞാൻ അക്കാത്സുക്കി മെമ്പർ ആവുന്നത്. അക്കാത്സുക്കി മെമ്പർ ആണെങ്കിൽ വേറൊരു ഫീലിങ്ങിന് ഉസുമാക്കി മെമ്പർ ആവുന്നേക്കാളും നല്ലത്. ഉസുമാക്കി അല്ല, ഷിനോബി മെമ്പർ ഇല്ല, അങ്ങനെ കണ്ടില്ലേ, മഞ്ഞ ഷിനോബി. പിന്നെ മഞ്ഞ ഷിനോബി ആണെങ്കിൽ ഈ ചുമപ്പ് അക്കാത്സുക്കി ആയിരിക്കും ഗൈസ് അല്ലേ. ഓക്കെ, ഫാക്ടറിയുടെ അടുത്തെങ്ങാണ്ട്. ഗൈസ് നമുക്കൊരു ഗൈസ് കുഴപ്പമില്ല ഗൈസ്, കുഴപ്പമില്ല. നമുക്ക് ഈ വീഡിയോ ഇവിടെ തന്നെ എൻഡ് ചെയ്യാം. ഇത്തിരി ലോങ് കൊണ്ടുപോകണ്ട. എനിക്കിപ്പോൾ തന്നെ ഉറങ്ങണം. ഇത്ര നേരം പഠിച്ച് വീഡിയോ ഉണ്ടാക്കി. ഓ മൈ ഗോഡ്. നമുക്ക് ആ ഗിഫ്റ്റ് അങ്ങ് ക്ലെയിം ചെയ്തേക്കാം. ചാലഞ്ച് ഒറിച്ചുമാർ ഇത്താച്ചേക്കാളും പവറാണോ? അടിയോ നാട്ടിച്ചാണ് ഉണ്ടി ഒട്ടിക്കണം. ഡിഫീറ്റാ കുഴപ്പമില്ല ഗൈസ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തേക്കിന് ബൈ.